ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ കൂടി ടെലിഫോണിൽ ചെയ്തുകൊണ്ട്. ശ്രീ നീത കെ ഗോപാൽ, നമസ്കാരം. ഇപ്പോൾ ഓണം വരാൻ പോകുന്നു. അതാണ് ഏറ്റവും വലിയൊരു ആശങ്ക എല്ലാവർക്കും. മഴക്കാലമാകുമോ, ആ ഓണക്കാലവും മഴയിലാകുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആശങ്ക. നിലവിലത്തെ ഒരു സ്ഥിതിയിൽ എത്ര ദിവസം കൂടി ഇത്തരത്തിലുള്ള ഈ മഴ തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? നിലവിലുള്ള ഈ മഴ നാളെയോടുകൂടി ഗണ്യമായിട്ട് കുറയും. അപ്പൊ ഇന്ന് നമ്മൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കർണാടകയോട് ചേർന്നുള്ള ഭാഗത്ത് ഇന്ന് മഴ കൂടുതൽ വരാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും കഴിഞ്ഞ 2 ദിവസങ്ങളിലെ മഴയുടെ ഒരു കൂടുതൽ മഴ പെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് ഓറഞ്ച് അലേർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ തെക്കൻ ജില്ലകളിൽ ഇന്ന് കുറച്ച് മഴ കൂടുതലുണ്ടാവും, അതുകൊണ്ടാണ് യെല്ലോ അലേർട്ട് കൊടുത്തിരിക്കുന്നത്. നാളെ ആകുമ്പോൾ മഴയ്ക്ക് കാര്യമായ കുറവുണ്ടാകും. പിന്നെ 31, 1, 2 തീയതികളിൽ മഴ തീരെ വളരെ ചെറിയ രീതിയിലുള്ള മഴയുണ്ടാവുള്ളൂ. അതിനുശേഷം 3-ാം തീയതിയോടുകൂടി വീണ്ടും മഴ കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പരക്കെ മഴ പെയ്യും. 3, 4, 5 തീയതികളിൽ പരക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ വടക്കൻ ജില്ലകളിൽ കുറച്ച് മഴ കൂടുതൽ മഴ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അലേർട്ടൊക്കെ ഇഷ്യൂ ചെയ്താലും വടക്കൻ ജില്ലകളിലേക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അസസ്മെന്റ്. അപ്പോൾ ഓണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ മഴയായിരിക്കും എന്ന് വേണം ഇപ്പോഴത്തെ ഒരു അനുമാനം. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കൊണ്ട് അലേർട്ടിൽ കൂടുതലും വടക്കൻ കേരളത്തിലാണ്, വടക്കൻ ജില്ലകളിലാണ് മഴയുടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ മുന്നറിയിപ്പിൽ തെക്കൻ ജില്ലകളിലും മഴയുടെ ഒരു സാധ്യതയുണ്ടല്ലേ? അല്ല, അത് ഇന്നൊരു ദിവസം മാത്രമാണ് തെക്കൻ ജില്ലകളിൽ. നമുക്ക് സാധാരണഗതിയിൽ തെക്കൻ ജില്ലകളിൽ മഴ കുറവാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു കാറ്റിന്റെ ഒരു ഗതിയും വേഗവും ഒക്കെ കണക്കാക്കി നോക്കിയിട്ട് തെക്കൻ ജില്ലകളിലേക്കും കൂടി കുറച്ച് മഴ കൂടുതൽ കാണാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൊടുത്തത്. അപ്പൊ അത് നാളെ ഇന്ന് രാത്രിയിലായിരിക്കും മഴ കൂടുതൽ അനുഭവപ്പെടാനുള്ളൊരു സാധ്യത. അപ്പോൾ നാളെ ആയി കഴിയുമ്പം ഇവിടുത്തെ മഴയ്ക്കും കാര്യമായ കുറവ് വരും. പിന്നെ ഒരു 3 ദിവസത്തേക്ക് 2-ാം തീയതി വരെ ഞാൻ പറഞ്ഞില്ല, 2-ാം തീയതി വരേക്കും മഴ നമ്മളങ്ങനെ വലിയ അലോസപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു മഴയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള മഴയോ 2-ാം തീയതി വരെ ഉണ്ടാവില്ല. പിന്നെ 3-ാം തീയതിക്ക് ശേഷമാണ് പിന്നെ മഴ കൂടുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഓണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളാകുമ്പോൾ കുറച്ച് മഴ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വടക്കൻ ജില്ലകളിൽ കുറച്ച് ജാഗ്രത വേണ്ടി വരും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വടക്കൻ കേരളത്തിലാണ് എപ്പോഴും മഴ കൂടുതൽ, മൺസൂൺ കാലത്ത് പ്രത്യേകിച്ചും. ന്യൂനമർദ്ദമൊക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിലും വടക്കൻ കേരളത്തിലാണ് എപ്പോഴും അതിശക്തമായ മഴ പെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വടക്കൻ ജില്ലയിലേക്ക് മാത്രമായിരിക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരിക. ഇപ്പോഴത്തെ അനുമാനം അങ്ങനെയാണ്. ഈ ഒരു മഴ സമയത്ത് കൂടുതൽ എന്തെങ്കിലും പ്രത്യേകമായി നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ടോ? കാരണം ഇത് സാധാ പോലത്തെ തന്നെ ഒരു ശക്തമായ മഴയായിട്ട് തന്നെയാണ് ഇത് കണക്കാക്കുന്നത്. അത് തന്നെയുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് ഈ 2 ദിവസം മുൻപും ഇന്നും അനുഭവപ്പെടുന്ന ഈ മഴ എന്ന് പറയുന്നത് ഒരു ന്യൂനമർദ്ദത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു മഴയാണ്. അപ്പൊ സാധാരണ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന അതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ മഴയും വരുന്നത്. അപ്പൊ അത് രൂപപ്പെട്ട് കരയിലേക്ക് കയറി ഒരു നമ്മുടെ ഛത്തീസ്ഗഡ് ആ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും അതിന്റെ സ്വാധീനം കുറഞ്ഞിട്ട് കേരളത്തിലെ മഴ കുറയും. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഛത്തീസ്ഗഡ് കഴിഞ്ഞു, ന്യൂനമർദ്ദം ദുർബലമായി, അതോടുകൂടി കേരളത്തിലെ മഴയും വളരെയധികം കുറഞ്ഞു. ഇപ്പം ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഈ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കൂടും. അതാണ് ഈ മഴ കൂടുതൽ വരാനുള്ള ഒരു കാരണം. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ന്യൂനമർദ്ദം ഉണ്ടാകുന്ന ദിവസങ്ങളിലും അത് കരയിൽ കയറി ദുർബലമാകുന്ന, അതായത് 2-3 ദിവസമാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു മഴ തുടരാറുള്ളത്. അപ്പോൾ അത് നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം ഓണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായി പോകും. അതാണ് അത് ജാഗ്രത എന്ന് പറഞ്ഞ സാധാരണ നമുക്ക് ഇപ്പൊ ഈ സംഭവിച്ച അത്രയും പോലും മഴ പ്രതീക്ഷിക്കുന്നില്ല. കാരണം കുറച്ചുകൂടി വടക്ക് ചേർന്നുള്ളൊരു ദിശയിലായിരിക്കും ഇപ്രാവശ്യത്തെ ന്യൂനമർദ്ദം സഞ്ചരിക്കുക. അതുകൊണ്ട് വടക്കൻ കേരളത്തിൽ മാത്രമായിട്ട് ഈ മഴ ചുരുങ്ങാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരു കാര്യം കൂടെ, ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമുക്ക് കനത്ത മഴയുടെ കൂടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അത് അത്രത്തോളമൊക്കെ അപകടം പിടിച്ചതും അതുപോലെ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതൊക്കെ ആയിരുന്നു. ഇത്തവണത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഈ മഴയുടെ കൂടെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടോ? ശക്തമായ കാറ്റുണ്ടാകും, പക്ഷെ 40-50 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. നമ്മൾ ഇതിനു മുൻപ് നമ്മൾ ജൂൺ മാസത്തിലും മറ്റൊക്കെ വീശിയ കാറ്റെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശക്തിയുള്ളത് 60-70 കിലോമീറ്റർ വരെ സ്പീഡിലുള്ള കാറ്റായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ടാവില്ല, പക്ഷെ എന്നാലും മഴയോടനുബന്ധിച്ച് ശക്തിയായ കാറ്റും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീ നീത കെ ഗോപാൽ പ്രതികരിച്ചതിന്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.